ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരൊക്കെ വിശുദ്ധ റോക്കിയോട് മാധ്യസ്ഥി യാചിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അത്ഭുത രോഗസൗഖ്യം ഈശോയിൽ നിന്ന് വാങ്ങി നൽകാൻ കഴിവുള്ള വിശുദ്ധനാണ് റോക്കി പുണ്യാളൻ. വിശുദ്ധനോടുള്ള പ്രാർത്ഥന ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. രോഗപീഠകളാൽ വലയുന്നവർ അത് എഴുതിയെടുത്ത് ദിവസവും പ്രാർത്ഥിക്കും. ഈ ഓഗസ്റ്റ് 16 വിശുദ്ധൻ്റെ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായി വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളുടെ പ്രത്യേക മധ്യസ്ഥൻ എന്നാണ് നമ്മുടെ ഈ പുണ്യാളൻ അറിയപ്പെടുന്നത്. 1295 ഫ്രാൻസിലെ ലാംഗ്വാഡോക്കിൽ ജനിച്ചു. അദ്ദേഹം മോൺപെല്ലിയറിലെ ഗവർണറുടെ ഏക മകനായിരുന്നു. വിശുദ്ധൻ ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചുവപ്പ് നിറത്തിലുള്ള ഒരു കുരിശടയാളം കാണപ്പെട്ടിരുന്നു. തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നതിലും സാധുക്കളായ രോഗികളെ പരിചരിക്കുന്നതിലും ബാല്യത്തിൽ തന്നെ റോക്കി അതീവ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. 20ാമത്തെ വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വിശുദ്ധൻ തനിക്ക് ലഭിച്ച സ്വത്ത് മുഴുവൻ ദരിദ്രർക്കും രോഗികൾക്കുമായി നൽകിയ ശേഷം ഒരു തീർത്ഥാടകന്റെ വേഷം ധരിച്ച് കാൽനടയായി റോമയിലേക്ക് തിരിച്ചു. മാർഗമധ്യേ ഒരു ഗ്രാമത്തിൽ പ്ലേഗ് ബാധിച്ചിരിക്കുന്നതായി അദ്ദേഹം അറിയാനിടയായി. ഉടൻ തന്നെ റോക്കി അവിടേക്ക് പുറപ്പെടുകയും അവരെ തനിക്കാവും വിധം ശുശ്രൂഷിക്കുകയും ചെയ്തു. 3 വർഷത്തോളം അദ്ദേഹം ഇങ്ങനെ ഇറ്റലിയിൽ താമസിച്ചു. നിരന്തരമായ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളുടെ ഫലമായി പല ഗ്രാമങ്ങളിലും പ്ലേഗ് ബാധയിൽ നിന്നും വിമുക്തമായി. പക്ഷേ തിരികെ പോരുമ്പോൾ അദ്ദേഹത്തിനും ഈ മാരക രോഗം ബാധിച്ചിരുന്നു. എന്നാൽ അനേകരെ ശുശ്രൂഷിച്ച റോക്കിയെ ശുശ്രൂഷിക്കാൻ ആരും തന്നെ തയ്യാറായില്ല. ഗ്രാമവാസികൾ അദ്ദേഹത്തെ അവിടെ നിന്ന് ബഹിഷ്കരിക്കുകയാണുണ്ടായത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വിശുദ്ധൻ അവസാനം ഒരു വനത്തിൽ അഭയം പ്രാപിച്ചു. ഒഴിഞ്ഞുകിടന്ന ഒരു ഗുഹയിൽ ശയിച്ചിരുന്ന അദ്ദേഹം കഠിനമായ ദാഹത്താൽ പീഡിപ്പിക്കപ്പെട്ടു. സമീപത്തെങ്ങും ഒരു തുള്ളി ജലമില്ലാതെ വന്നതിനാൽ വിശുദ്ധൻ ദൈവസഹായം തേടി. ഉടൻ തന്നെ അദ്ദേഹം കിടന്നിരുന്നതിനടുത്തായി ഒരു നീരുറവ പ്രത്യക്ഷപ്പെടുകയും അതിൽ നിന്ന് തൃപ്തി വരെ കുടിച്ച് തൻ്റെ ദാഹത്തിന് ശമനം വരുത്തുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഒരു നായയാണ് അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം കൃത്യമായി എത്തിച്ചിരുന്നത്. പതിയെ രോഗത്തിൽ നിന്നും വിമുക്തനായ വിശുദ്ധൻ അധികം താമസിയാതെ സ്വദേശമായ മോൺപെല്ലിയിലേക്ക് തിരികെ വന്നു. പക്ഷേ അവിടെ പ്രവേശിച്ച ഉടനെ ഒരു ചാരനാണെന്ന് കരുതി വിശുദ്ധനെ പട്ടാളം ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. സകലരാലും പരിത്യക്തരായി 5 വർഷം അതിക്രൂരമായ ക്ലേശമധ്യേ അദ്ദേഹം ജീവിച്ചു. തൻ്റെ ഈ ലോകവാസം അവസാനിക്കാറായി എന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ കുമ്പസാരിക്കുന്നതിനായി ഒരു വൈദികനെ സമീപിച്ചു. ആ പുരോഹിതനിലൂടെയാണ് റോക്കിയുടെ വിശുദ്ധി പുറം ലോകം അറിഞ്ഞത്. 1327 കാരാഗൃഹത്തിൽ വെച്ചു തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവ് ദൈവകരങ്ങളിലേക്ക് പറന്നുയർന്നു. വിശുദ്ധന്റെ മരണശേഷം മാത്രമാണ് അദ്ദേഹം ആരെന്ന് ലോകം തിരിച്ചറിഞ്ഞത്. മരണശേഷം വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ ധാരാളം അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു. ഉർബൻ 8 മാർപ്പാപ്പയാണ് റോക്കിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പാം. എല്ലാ രോഗികളെയും വിശുദ്ധൻ വഴിയായി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് വിശുദ്ധ റോക്കിയോടുള്ള പ്രാർത്ഥന നമുക്ക് ഒന്നിച്ചു ചൊല്ലാം. ഓ ധന്യനായ വിശുദ്ധ റോക്കി, രോഗികളുടെ മധ്യസ്ഥനായ അങ്ങേക്ക് രോഗപീഠകളാൽ വലയുന്ന ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ കുരിശിന്റെ അടയാളത്താൽ അങ്ങയുടെ ശക്തി വളരെ മഹത്തരമായിരുന്നു. ഒരുപാട് പേരുടെ സൗഖ്യത്തിന് ഇത് കാരണമായി. ഇപ്പോൾ സ്വർഗത്തിലായിരിക്കുമ്പോഴും അങ്ങയുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല. ആകയാൽ ഞങ്ങളുടെ കണ്ണീരും യാതനകളും ദൈവത്തിരുമുൻപിൽ സമർപ്പിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആത്മീയവും ശാരീരികവുമായ സൗഖ്യം നേടിത്തരയണമേ. നിങ്ങളുടെ നിയോഗം മൗനമായി സമർപ്പിക്കുക. ഇത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതയിൽ ശരണപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു. വിശുദ്ധ റോക്കി,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകയാൽ എല്ലാവിധ ആത്മീയവും ശാരീരികവുമായ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങൾ മോചിതരാകട്ടെ. കർത്താവായ യേശുവേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.